നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 108 പോളി ടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികൾ. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കലോത്സവം റാഫ എന്ന പേരിൽ. വേദികളുടെ പേരുകളും പലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ചു. വാഴക്കോട് അകമലയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കട ഇടിച്ചു തകർത്തു. കടയുടമ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുന്നംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാണിപ്പയ്യൂർ സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്ക്. മങ്കര കാളികാവ് വാതക ശ്മശാനത്തിന് ഇനിയും പ്രവർത്തനാനുമതിയായില്ല. ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. വിഷയത്തിൽ ജില്ലാ കലക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് പഞ്ചായത്ത് അധികൃതർ. മുതുതല പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കെട്ടിടം നിർമ്മിക്കുന്നത് 2 കോടി രൂപ ചിലവിൽ. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതി മൂലം നേരിടുന്ന പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. വായനാ വാരാചരണം തുടരുന്നു. മദ്യ രാസലഹരിക്കെതിരെ വായന തന്നെ ലഹരി എന്ന സന്ദേശ പ്രചരണവുമായി കേരള മദ്യനിരോധന സമിതി. വിവിധ കേന്ദ്രങ്ങളിൽ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. വിശ്രമ ജീവിതത്തിൽ പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായി വാണിയംകുളം പനയൂരിലെ ശോഭന ടീച്ചർ. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. സിനിമാ താരം അനാർക്കലി മരക്കാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ് കലോത്സവം. ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ ആർ ആദർശ് അധ്യക്ഷത വഹിച്ചു. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും മറ്റ് വിദ്യാർത്ഥികളുമായി ഏകദേശം 5000-ഓളം പേർ കലോത്സവത്തിൻ്റെ ഭാഗമാണ്. സ്റ്റേജ് മത്സരങ്ങൾ 5 വേദികളിലായാണ് നടക്കുന്നത്. പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. കലോത്സവ വേദികളുടെ പേരുകളും പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ്. ഗാസ, ജെറുസലം, വെസ്റ്റ് ബാങ്ക്, നുസൈറാത്ത്, റാമല്ല എന്നിങ്ങനെയാണ് പേരുകൾ. കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് കുന്നംകുളം പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും കുന്നംകുളം ടൗൺ ഹാളിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടിട്ടും മങ്കര കാളികാവ് വാതക ശ്മശാനത്തിന് പ്രവർത്തനാനുമതിയായില്ല. വിഷയത്തിൽ ജില്ലാ കലക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ആവശ്യപ്പെട്ടു. മുൻ കോങ്ങാട് MLA അന്തരിച്ച വിജയദാസിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാതക ശ്മശാനം കാളികാവ് ഭാരതപ്പുഴയോരത്ത് നിർമ്മിച്ചത്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് തിരക്ക് പിടിച്ച് വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനവും നടന്നത്. വാതക ശ്മശാനത്തിനായി ജനറേറ്ററോ ലൈസൻസോ പോലും ലഭിക്കാതെയാണ് അന്ന് ഉദ്ഘാടനം നടത്തിയതെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് പറഞ്ഞു. എന്നാൽ പുതിയ ഭരണസമിതി വന്നതോടെ വാതക ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ നടപടിയെടുത്തിരുന്നു. തുടർന്ന് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ജനറേറ്റർ സ്ഥാപിക്കുകയും ചെയ്തു. വാതക ശ്മശാനം പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഫയലുകൾ ജില്ലാ കലക്ടറുടെ മുന്നിലെത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1 വർഷം പിന്നിട്ടെങ്കിലും ഫയലുകൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടപ്പാണെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് പറഞ്ഞു. അതിന് നാളിതുവരെയായിട്ട് ലൈസൻസ് ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിലെ ജനറേറ്ററുകളും മറ്റും സ്ഥാപിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ അതിന്റെ ജനറേറ്ററുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ലൈസൻസിന് വേണ്ടുന്ന എല്ലാ കടലാസുകളും പൂർത്തിയാക്കിക്കൊണ്ട് കലക്ടറേറ്റിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിരിക്കുകയാണ്. ഇനിയും അത് ചുവപ്പുനാടയുടെ കുരുക്കിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. എന്തായാലും അത് അടിയന്തരമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ഈ ഭരണസമിതി കൈക്കൊള്ളുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു ഫോളോ അപ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. മങ്കര പഞ്ചായത്തിൽ നിന്നും ദിനംപ്രതി എത്തുന്ന നിരവധി മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്താണ് ദഹിപ്പിക്കുന്നത്. എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടും ലൈസൻസ് ഇല്ലാത്തതാണ് പ്രവർത്തനാനുമതി നീണ്ടുപോകാൻ കാരണം. പ്രവർത്തനം നീണ്ടുപോകുന്നതിനാൽ ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച കെട്ടിടവും അതിനകത്തുള്ള യന്ത്രങ്ങളും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയുമുണ്ട്. ലൈസൻസ് ലഭിക്കാനുള്ള തുടർ നടപടികളുമായി ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും ജില്ലാ കലക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാണിപ്പയ്യൂർ സ്വദേശിക്ക് ഗുരുതര പരിക്ക്. കാണിപ്പയ്യൂർ കരുമത്തിൽ വീട്ടിൽ 27 വയസ്സുള്ള അമൽനാഥിനാണ് പരിക്കേറ്റത്. തൃശൂർ റോഡിൽ പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ കാണിപ്പയ്യൂർ സ്വദേശി കരുമത്തിൽ വീട്ടിൽ 27 വയസ്സുള്ള അമൽനാഥിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്ന് കാണിപ്പയ്യൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന മത്സ്യവിൽപ്പന നടത്തുന്ന മിനി ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്.
അപകടത്തെ തുടർന്ന് ബൈക്ക് പൂർണ്ണമായും തകർന്നു. മിനി ലോറിയുടെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഴക്കോട് അകമലയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. കടയുടമ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചേലക്കര കിള്ളിമംഗലം സ്വദേശി ഗംഗാധരന്റെ ചായക്കടയാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് തകർന്നത്. കാറിന്റെ വരവ് കണ്ടതും കടയുടമ മാറിയതോടെ ജീവൻ രക്ഷിക്കാനായി. വാഴക്കോട് അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം നടന്നത്. തൃശൂരിൽ നിന്നും ചേലക്കരയിലേക്ക് വരികയായിരുന്ന ചേലക്കര സ്വദേശികളുടെ കാറാണ് നിയന്ത്രണം തെറ്റി കടയിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ചില്ലലമാര ഉൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിയന്ത്രണം തെറ്റിയ കാർ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തിയാണ് ഡ്രൈവർക്ക് നിർത്താനായത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം പുറത്തേക്കെടുത്തത്. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും കാര്യമായ പരുക്ക് സംഭവിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വായനാവാരത്തിൽ വായന തന്നെ ലഹരി, മദ്യ രാസലഹരി അരുത് എന്ന സന്ദേശ പ്രചരണവുമായി കേരള മദ്യനിരോധന സമിതി. മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രചരണം. വായനാദിന സമ്മേളനം ജില്ലയിലെ പ്രമുഖ ഗാന്ധിയൻ പ്രവർത്തക ലക്ഷ്മി എം പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് അക്ബർ ബാദുഷ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി.വി. സഹദേവൻ, ട്രഷറർ ടി.എൻ. ചന്ദ്രൻ, വിമുക്തി ജില്ലാ കമ്മിറ്റി അംഗം കെ. ഖാദർ മൊയ്തീൻ, സാമൂഹ്യ പ്രവർത്തകൻ സി. വേലായുധൻ കൊട്ടേക്കാട്, സൗഹൃദം ദേശീയവേദി സെക്രട്ടറി ശ്രീജിത്ത് തച്ചങ്കാട്, കേരള മദ്യനിരോധന സമിതി ജില്ലാ വനിതാ ഫോറം കൺവീനർ ഫാത്തിമ ടീച്ചർ, സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ. മണികണ്ഠൻ, പാലക്കാട് പബ്ലിക് ലൈബ്രറി ലൈബ്രറിയൻ വി. മോഹൻരാജ്, രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വായന തന്നെ ലഹരി, മദ്യരാസ ലഹരി അരുത് എന്ന സന്ദേശ പ്രചരണമാണ് വായനാവാരത്തിൽ മദ്യനിരോധന സമിതിയുടെ പ്രധാന പ്രവർത്തനം. വായനയുടെ മഹത്വം തിരിച്ചറിയാതെ പോകുന്നതാണ് പുതുതലമുറ വഴിതെറ്റുന്നതിന് ഒരു കാരണമെന്ന് സമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. 300 മുതൽ 3000 വരെ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും വായനാ സന്ദേശങ്ങൾ പകർന്നു നൽകും. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം വിപുലമായി ആഘോഷിക്കുന്നതിനും സമിതി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണം സാഹിത്യകാരൻ പ്രകാശൻ ചുനങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് ലൈബ്രറി വൈസ് പ്രസിഡന്റ് അജി പിള്ള അധ്യക്ഷനായി. എസ്. കൃഷ്ണദാസ്, എം.സി. ശങ്കരൻ, വി. വേണുഗോപാൽ, പ്രശാന്ത്, ബാൽസൻ, മനോജ്, ഹരിദാസ്, ആർ. മണി, ഗോവിന്ദൻകുട്ടി, സി. കെ. റംല, എം. കെ. വേണുഗോപാൽ, കെ. സി. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ലൈബ്രറി വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി അക്ഷരദീപം തെളിയിച്ചു. പി.എൻ. പണിക്കർ അനുസ്മരണവും അനുമോദനവും ഇതോടനുബന്ധിച്ച് നടന്നു. കാരക്കാട് ഫ്രണ്ട്സ് ലൈബ്രറിയുടെ വായനാ ദിനാചരണ പരിപാടികൾ യുവകഥാകൃത്ത് ഡി. ശ്രീശാന്ത് ഉദ്ഘാടനം ചെയ്തു. പി. കെ. സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഡി. ശങ്കരനാരായണനുണ്ണി, ഷൊർണൂർ നഗരസഭാ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, മുൻ കൗൺസിലർ സി. പുഷ്പ എന്നിവർ സംസാരിച്ചു. സി. ബിജു സ്വാഗതവും എ. പി. മധു നന്ദിയും പറഞ്ഞു. പി.എൻ. പണിക്കർ അനുസ്മരണവും അക്ഷരദീപം തെളിയിക്കലും നടന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം.എ. ഹിന്ദിയിൽ ഉന്നത വിജയം നേടിയ കാരക്കാട് നിവാസികളായ വി. കെ. സൂര്യ, പി. സാന്ദ്ര എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഞാറക്കോട് എൻ.സി. രാമൻകുട്ടി ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. ലൈബ്രറി കൗൺസിൽ പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി. ജിജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതിലധികം ലൈബ്രറികൾ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ മണ്ണൂര് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ഉണ്ടായി എന്നത് വളരെയധികം സന്തോഷകരമാണ്. അത് ഇന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ മുരളി മാഷ് സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായി വളരെ വിശദമായി തന്നെ വായനാ പക്ഷാചരണം നടത്തേണ്ട സാഹചര്യങ്ങൾ മാഷ് പറഞ്ഞു. പി.എൻ. പണിക്കർ എന്ന മഹാത്മായ മനുഷ്യൻ വളരെയധികം ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്ന് കാണുന്ന ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം. വായനശാല പ്രസിഡന്റ് എൻ.സി. മനോജ് അധ്യക്ഷനായി. ചടങ്ങിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഒ.വി. സ്വാമിനാഥൻ വിജയികൾക്ക് ഉപഹാരം നൽകി. വാർഡംഗം വി.സി. പ്രീത, ബ്രിജേഷ് മാസ്റ്റർ, എൻ.ആർ. രവീന്ദ്രൻ, പി.കെ. ഉണ്ണികൃഷ്ണൻ, ക്ഷീരസംഘം സെക്രട്ടറി സുനിത, വിപിനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി വി.കെ. മുരളി സ്വാഗതവും എൻ.ആർ. രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
വായനാ വാരാചരണത്തിൽ പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർക്കുന്ന ഒരു അധ്യാപികയെ പരിചയപ്പെടാം. വാണിയംകുളം പനിയൂരിലെ ശോഭന ടീച്ചർക്ക് പുസ്തകങ്ങളുടെ പ്രണയമാണ്. വീട്ടിൽ ഒരു ലൈബ്രറി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ അധ്യാപിക. ചെറുപ്പകാലം മുതൽ പുസ്തകങ്ങളോടുള്ള ഈ ചങ്ങാത്തമാണ് വീട്ടിൽ ഒരു ലൈബ്രറി ആരംഭിക്കാൻ വിരമിച്ച ശേഷം ശോഭന ടീച്ചറെ പ്രേരിപ്പിച്ചത്. 650-ലധികം പുസ്തകങ്ങളുടെ വലിയ ശേഖരമാണ് ടീച്ചറുടെ ഹോം ലൈബ്രറിയിൽ ഉള്ളത്. വായിച്ചാലും മതിവരാത്ത പുസ്തകങ്ങൾ. MTയും സുഗതകുമാരി ടീച്ചറും ബഷീറും ബെന്യാമിനും KR മീരയും VKNനും ചെറുകാടും ഉൾപ്പെടുന്ന പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ഈ ഹോം ലൈബ്രറി. ലോകപ്രശസ്തമായ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ശേഖരത്തിലുണ്ട്. കഥയും കവിതയും നോവലുകളും യാത്രാവിവരണങ്ങളും അടങ്ങുന്ന പുസ്തകങ്ങൾ ഹോം ലൈബ്രറിയിലേക്ക് വിരുന്നെത്തുന്ന വായനക്കാർക്ക് ഉണർവേകുമെന്നത് തീർച്ച. അധ്യാപികയായിരിക്കെ പനയൂർ TMUP സ്കൂളിലെ ലൈബ്രറി ചുമതല വഹിച്ച അനുഭവമാണ് 15 വർഷം മുമ്പ് വീട്ടിൽ ഒരു ലൈബ്രറി ആരംഭിക്കാൻ ശോഭന ടീച്ചറെ പ്രേരിപ്പിച്ചത്. നീണ്ടകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും തനിക്ക് ലഭിച്ച വലിയ സമ്പാദ്യങ്ങളിലൊന്നാണ് ഈ ലൈബ്രറി എന്ന് ടീച്ചർ സന്തോഷത്തോടെ പറയുന്നു. അതായത് അന്ന് മുതലുള്ളത് എത്ര കൊല്ലം മുമ്പാവും, ഒരു 10-44 കൊല്ലം മുമ്പ് മുതലുള്ള പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ട്. എങ്ങനെ പുസ്തകങ്ങൾ കൂടുതലായിട്ടും ഈ മേളകളുടെ ഒക്കെ പരസ്യം കാണുമല്ലോ, പുസ്തകമേളകളുടെ, ആ സമയത്ത് കഴിയുന്നതും അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങും. പിന്നെ കൂടുതൽ വായനയിലൂടെ നമ്മളൊക്കെ എന്താ പറയുക, കുറച്ചും കൂടിയൊക്കെ ഇന്നത്തെ കാലം പറയുമ്പോൾ പല വിഭാഗീയതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനെയൊക്കെ മറികടക്കാൻ വായന സഹായിക്കും. നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സൊക്കെ വലുതാവാൻ വായന സഹായിക്കും. ഒരു ബുക്കിൽ വായിച്ച വരികളാണ് ഓർമ്മ വരുന്നത്. ലെറ്റ്സ് ബിൽഡ് ബ്രിഡ്ജസ് നോട്ട് വാൾസ്. നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള പാലങ്ങൾ പണിയാം. വിദ്യാർത്ഥിയായിരിക്കെ സമ്മാനമായി ലഭിച്ച പുസ്തകം മുതൽ ഈയിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകങ്ങൾ വരെ ടീച്ചറുടെ ശേഖരത്തിലുണ്ട്. പുസ്തകങ്ങൾ ആവശ്യക്കാർക്ക് വായിക്കാനായി നൽകും. ഇതിനായി ഒരു രജിസ്റ്ററും സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തുള്ള ആർക്ക് വേണമെങ്കിലും പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ കൊടുക്കാറുണ്ട്. അത് പക്ഷെ ആദ്യമൊക്കെ എന്തുണ്ടാച്ചാൽ കുറേ പുസ്തകങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. അടുത്തുള്ള ചില കുട്ടികളും ചില അധ്യാപകരൊക്കെ പുസ്തകങ്ങൾ ഇവിടുന്ന് വായിക്കാൻ കൊണ്ടുപോകാറുണ്ട്. വായനയുടെ വേറിട്ട ലോകത്തേക്ക് മലയാളികൾ കടന്നു ചെല്ലുമ്പോൾ ഈ വായനാവാരത്തിൽ ടീച്ചർ സമൂഹത്തിന് പകരുന്ന സന്ദേശം വളരെ വലുതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുതുതല പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമാകും. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഏറെ പരിമിതിക്കുള്ളിലാണ് മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതിയിൽ ജീവനക്കാരും രോഗികളും ഏറെ പ്രയാസത്തിലായിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതോടെ ആവശ്യത്തിന് സൗകര്യമില്ലാതായി. ഈ സാഹചര്യത്തിലാണ് മികച്ച സൗകര്യത്തോടെയുള്ള പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയായത്. 2 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതോടെ ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമാകും. മുതുതല ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ദീർഘകാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറാൻ ഫണ്ട് വെച്ചു. 2 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം PWDയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വളരെ വേഗത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്ന ലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയുടെ കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താം. അവസാന ഘട്ടത്തിലാണ്. ഏതാനും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റും. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 8000 ചതുരശ്രയടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. OP, ഡോക്ടർ റൂമുകൾ, ഫാർമസി, ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, ഒബ്സർവേഷൻ റൂം, കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. PWD കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ നഷ്ടം സഹിച്ചാണെങ്കിലും ഒന്നാം വിള ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചുരുക്കം ചില കർഷകർ. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ തെക്കംചെറാട് പാടശേഖരത്തിലാണ് നാമമാത്രമായ കർഷകർ ഇത്തവണ ഒന്നാം വിള ഇറക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പുഴുശല്യം, കാട്ടുപന്നി ശല്യം, മഴയില്ലായ്മ, കളശല്യം എന്നിവയെ തുടർന്ന് ഭൂരിഭാഗം കർഷകരും ഒന്നാം വിള ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ എന്തു തന്നെ നഷ്ടം സഹിച്ചാലും ചില കർഷകർ ഒന്നാം വിള ഇറക്കുന്ന തിരക്കിലുമാണ്. ഭൂരിഭാഗം കർഷകരും രണ്ടാം വിളയ്ക്കായി കൃഷിസ്ഥലം ഉപേക്ഷിച്ചിരിക്കുകയാണ്.
നാട്ടിലെ തൊഴിലാളികളെ മാത്രം ഇറക്കിയാണ് കർഷകനായ വാസു വട്ടപ്പറമ്പിൽ മുടങ്ങാതെ ഇത്തവണയും ഒന്നാം വിള ഇറക്കുന്നത്. ഭൂരിഭാഗം കർഷകരും അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുമ്പോൾ വാസു സ്വന്തം നാട്ടിലെ തൊഴിലാളികളെ മാത്രമാണ് കൃഷിപ്പണിക്കായി ആശ്രയിക്കുന്നത്. 110 ദിവസം പ്രായമുള്ള കാഞ്ചന വിത്താണ് വാസു കൃഷി ഇറക്കുന്നത്. തെക്കുംചെറാട് പാടശേഖരത്തിൽ ഏകദേശം 80ഓളം കർഷകരുണ്ടെങ്കിലും പകുതി കർഷകർ മാത്രമാണ് ഒന്നാം വിള ഇറക്കുന്നത്. 1 ഏക്കർ കൃഷി ഇറക്കാൻ 15,000 രൂപ ചിലവ് വരുന്നുണ്ടെന്നും 2 വിളയും കൃഷി ഇറക്കാറുണ്ടെന്നും പഴയകാല കർഷകൻ കൂടിയായ വാസു പറയുന്നു. കൊയ്തെടുത്ത നെല്ല് പതിവായി സപ്ലൈകോവിൽ നൽകാറുണ്ടെന്നും വാസു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 108 പോളി ടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികൾ. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കലോത്സവം റാഫ എന്ന പേരിൽ. വേദികളുടെ പേരുകളും പലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ചു. വാഴക്കോട് അകമലയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കട ഇടിച്ചു തകർത്തു. കടയുടമ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുന്നംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാണിപ്പയ്യൂർ സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്ക്. മങ്കര കാളികാവ് വാതക ശ്മശാനത്തിന് ഇനിയും പ്രവർത്തനാനുമതിയായില്ല. ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. വിഷയത്തിൽ ജില്ലാ കലക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് പഞ്ചായത്ത് അധികൃതർ. മുതുതല പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കെട്ടിടം നിർമ്മിക്കുന്നത് 2 കോടി രൂപ ചിലവിൽ. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതി മൂലം നേരിടുന്ന പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. വായനാ വാരാചരണം തുടരുന്നു. മദ്യ രാസലഹരിക്കെതിരെ വായന തന്നെ ലഹരി എന്ന സന്ദേശ പ്രചരണവുമായി കേരള മദ്യനിരോധന സമിതി. വിവിധ കേന്ദ്രങ്ങളിൽ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. വിശ്രമ ജീവിതത്തിൽ പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായി വാണിയംകുളം പനയൂരിലെ ശോഭന ടീച്ചർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.